സംസ്ഥാനത്ത് പൊന്നും വിലയിൽ വൻ മുന്നേറ്റമാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. ഈ വിലക്കുതിപ്പ് ട്രെൻഡ് ഇനിയും തുടരുമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതിനാൽ വിഷുവും ചിങ്ങമാസവും എത്തുമ്പോഴേക്കും സ്വർണ്ണവില 2 ലക്ഷം കടക്കുമോ എന്നാണ് സംശയം. 5 വർഷം മുമ്പ്, അതായത് 2020 നമ്മുടെ നാട്ടിൽ സ്വർണ്ണവില എത്രയാണെന്നറിയാമോ? ഒരു പവൻ സ്വർണത്തിന്റെ വില 2020 ജനുവരിയിൽ രേഖപ്പെടുത്തിയത് 29,000 മാത്രമാണ്. എന്നാൽ ഇന്ന് 2026 എല്ലാ കഥകളും മാറി സ്വർണ്ണവില കുതിക്കുകയാണ്. 2026 അതായത് 6 വർഷങ്ങൾക്കിപ്പുറം സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എത്രയോ ഇരട്ടിയിലധികമാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1 ലക്ഷവും കടന്ന് 2 ലക്ഷത്തിലേക്ക് കുതിക്കുകയാണ്. ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ. 2030 സ്വർണത്തിന് എത്രയായിരിക്കും വില എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, 2026 ചിങ്ങമാസമാകുമ്പോഴേക്കും അല്ലെങ്കിൽ വിഷു ആകുമ്പോഴേക്കും സ്വർണ്ണവില എവിടെ നിൽക്കുമെന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ദിവസവും റെക്കോർഡിന്മേൽ റെക്കോർഡിട്ട് കുതിക്കുകയാണ് സ്വർണ്ണവില. എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് പവന് 560 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 1,18,760 രൂപയിലാണ് വ്യാപാരം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 1,40,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അതിൽ ഡിസൈൻ അനുസരിച്ച് ഇനിയും വില ഉയരും. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവില വീണ്ടും ഉയരുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ ഓരോ ദിവസവും വില നിശ്ചയിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉത്സവ സീസൺ തന്നെയാണ്. ആ ഉത്സവകാലത്ത് സ്വർണത്തിന്റെ വില എവിടെ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. ഇതേ കുതിപ്പ് തുടർന്നാൽ തിരുവോണം, വിഷു നാളുകളിൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിപ്പിലേക്ക് എത്തിയേക്കും. കാരണം വിഷു, ഓണം പോലെ കേരളത്തിൽ അത് വിവാഹ സീസൺ കൂടിയാണ്. അതാണ് സാധാരണക്കാരെ നിരാശപ്പെടുത്തുന്ന ഒന്ന്. ജനുവരി 1-ന് 99,040 എന്ന നിലയിലായിരുന്നു സ്വർണ്ണ വിപണി നടന്നിരുന്നത്. ജനുവരി 5-ഓടെ വില 1 ലക്ഷം കടന്ന് എല്ലാവരെയും ഞെട്ടിച്ചു. ജനുവരി 19-ന് ശേഷം സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. വില 1,07,240 നിന്ന് അതിവേഗമാണ് ജനുവരി 21-ഓടെ ഉയർന്നത്. 1,14,840 പിന്നീട് ചില ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ ജനുവരി 26-ന് 1,19,320 എന്ന ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലും സ്വർണ്ണ വ്യാപാരം അവസാനിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. 20,280 രൂപയുടെ വർധനവാണ് സ്വർണ്ണ വിപണിയിൽ രേഖപ്പെടുത്തുന്നത്. 2026 ഏറ്റവും ഉയർന്ന ലക്ഷ്യമായ ഔൺസിന് $5,000 എന്ന സംഖ്യ ഇതിനോടകം തന്നെ സ്വർണം തൊട്ടുകഴിയുകയും ചെയ്തു. വില അപ്രതീക്ഷിതമായി ഉയർന്നതോടെ വിശകലന വിദഗ്ധരും വിപണി വിദഗ്ധരും ഇപ്പോൾ പ്രവചനങ്ങളെല്ലാം തിരുത്തി കുറിക്കുകയാണ്. വൈകാതെ സ്വർണ്ണവില $5,600 വില ആകാമെന്നാണ് പറയുന്നത്. ചില വിദഗ്ധർ 6,000 പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നത് $7,000 വരെയാണ്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ 2 ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഒരു പവന്റെ വില എത്തും. ഓരോ ദിവസവും ആശങ്കയോടെയാണ് ആഭരണ പ്രേമികൾ സ്വർണ്ണവിലയുടെ വാർത്ത ശ്രദ്ധിക്കാറുള്ളത്. കാരണം സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഓരോ ദിവസവും ഉയർന്ന നിലവിൽ മിന്നൽ വേഗത്തിലാണ് കൈവിട്ടുള്ള കുതിപ്പ് നടത്തുന്നത്. ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. ലോകത്തിലെ 2ാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയിൽ ചില്ലറ വിൽപ്പന ആവശ്യകത പിന്നോട്ടാണ്. മാത്രമല്ല സ്വർണ്ണാഭരണ വിൽപ്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർണവും വെള്ളിയുമാണ് നിക്ഷേപ ലോകത്ത് ഇപ്പോൾ തിളങ്ങുന്നത്. എല്ലാ റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഈ 2 ലോഹങ്ങളുടെയും വില. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.